അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഞാൻ കേട്ട അയ്യുന്നാസി അഅലമു ഹഖ്ഖൻ അലൽ മർഅ, ഒരു പെണ്ണുക്ക് ഏറ്റവും കൂടുതൽ ഹക്കുള്ള ആറ് മേലായിട്ടിക്കട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണുക്ക് ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആറ് മേലായിട്ടിക്കട് നബിയെ. അപ്പോൾ ചെന്ന് സൗജുഹ, അത് ഭർത്താവിടെ മേലായിട്ടിക്കട്. പെണ്ണുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് തീർക്കുള്ളത് ഭർത്താവിടെ മേലായിട്ടിക്കട്. പിന്നെ കേട്ട അയ്യുന്നാസി അഅലമു ഹഖ്ഖൻ അലർ റജുലി, ഒരു ആണുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് തീർക്കുള്ള ആളാറ്. അപ്പോൾ ചെന്ന് ഉമ്മുഹു, അവൻ്റെ ഉമ്മായിട്ടിക്കട്. അപ്പോൾ ഭർത്താവുകു ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഉമ്മയുടെ മേലായിട്ടിക്കട്. അതേ സന്ദർഭത്തിൽ പെണ്ണായവളുകു ഭാര്യയായവളുകു അവളുടെ മേൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഭർത്താവിടെ മേലായിട്ടിക്കട്. അപ്പോൾ ഭർത്താവിടെ കടപ്പാട് തീർക്കവും എല്ലാ നിലക്കും പെണ്ണിങ്ങ തയ്യാറായിട്ടിക്കണോട്ട് ഈ ഹദീസിൽ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പരിപാടിത്തുണ്ട്. ഇന്നത്തെ ഈ ആധുനികമായ ജഗത്തിൽ ഭർത്താവിടെ മഹത്വം എന്തിനായിട്ട് പല പെണ്ണിങ്ങവും ഗൊന്തില്ലാണ്ടായത് പോയത് വലിയൊരു ബേജാറ് വിഷയമായിട്ടിക്കട്. അത് ഇൽമിൻ്റെ കുറവായിട്ടിക്കട്. മങ്ങളവിടെ മുന്നലേ പെണ്ണ് മക്കവും ഭർത്താവ് ചെന്ന് എന്തിനേ ചെല്ലത് ഒരു ചെറിയ മട്ടത്തെങ്കിലും ഒരു ക്ലാസ് ഏർക്കൂടെ പോലത്തെ ഒരു വ്യവസ്ഥ ഉണ്ടായില്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ എല്ലാ നിലക്കും ഡൈവോഴ്സിലായിട്ട് ഓരോ ദാമ്പത്യ ജീവിതം എൻഡിങ് ആവുന്നത് യഥാർത്ഥത്തിൽ പെണ്ണുക്ക് ഭർത്താവിടെ മഹത്വം കൊന്തില്ലാത്ത കാരണം കൊണ്ടായിട്ട് കിട്ടിയ പോലെ ഭർത്താവിടെ ടോർച്ചറാക്കുന്നതും അവനങ്ങനെ ഇങ്ങനെ ചെല്ലുന്നതും അവനെ ഡൈവേഴ്സ് ആക്കുന്നതും അത് വലിയൊരു വിഷയമായിട്ട് ഇപ്പോൾ നോക്കൊരു ഒരു പെണ്ണുക്ക് ഭർത്താവിടെ മേലുള്ള കടപ്പാട് കറക്റ്റ് അറിഞ്ഞിട്ടായെങ്കിൽ പിന്നെ ഭർത്താവിലുണ്ടാവുന്നതായ ചെറിയതായ മാനസികമായ ചെറിയ വിഷമത്തെ പെണ്ണുങ്ങൾ സഹിക്കിടാറ്. പക്ഷെ ആ മഹത്വം ഗൊന്തിലുണ്ടായ പോലായിട്ടിക്കട് പ്രത്യേക വിഷയത്തിലും ഭർത്താവിടെ ഭാഗത്തുണ്ടാവുന്നതായ ചെറിയ ഇടങ്ങിയിറങ്ങി അത് വലിയ വിഷയമാക്കിയിട്ട് അത് ബാപ്പറോട്ട് പിടിച്ച് വന്നിട്ട് അല്ലെങ്കിൽ ഔത്രങ്ങളോട്ട് പിടിച്ച് വന്നിട്ട് അത് എന്താക്കടേ അത് വലിയാക്കിയിട്ട് ലാസ്റ്റ് അത് എവിടെയുമായി എത്തിയിട്ട് തലാക്ക് ഉണ്ടാവുന്നതായിരിക്കും കാണണ്ടേ. ഭർത്താവിടെ ചെറിയ ആ ഒരു എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടുണ്ടായെങ്കിൽ അതെല്ലാം സഹിച്ചിട്ടായെങ്കിൽ ആസിയ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രതിഫല ആ പെണ്ണ് കിട്ടുന്നുണ്ടല്ല മഹാന്മാർക്ക് പരിപാടി തന്നത്. ആസിയ ബീബി റളിയല്ലാഹു അൻഹ ഫിറഔനിൽ നിന്നിട്ട് ഒരുപാട് മർദ്ദനങ്ങൾ സഹിച്ചിട്ട് അവസാനം ഷഹീദായിട്ട് ആ ഒരു കൂലി പെണ്ണുക്ക് ഭർത്താവിടെ വക്കൽ നിന്നിട്ട് ഉണ്ടാവുന്നതായ ഉപദ്രവത്തെ സഹിച്ചിട്ടായെങ്കിൽ കിട്ടുന്നുണ്ടെല്ലാം നമുക്ക് ഓഫറിക്കുമ്പോൾ ഞങ്ങൾ എത്ര പെണ്ണിങ്ങ ഭർത്താവിലുണ്ടാവുന്നതായ ചെറിയ കിറുക്കുലെല്ലാം സഹിക്കേണ്ടി വണ്ട്. ഇതാ സൊല്ലത്തിൽ മർഅത്തു ഖംസഹ വ ഹസ്സനത്തു ഫർജഹ വ അതഅത്ത് ബഅലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സ്വർഗത്ത് കടക്കുന്നതായ പെണ്ണുങ്ങളെ ലക്ഷണ ചെന്ത് 5 നേരത്തെ നിസ്കാര കറക്റ്റ് നിസ്കരിച്ചാൽ അവളുടെ ശരീരത്തെ അവരെന്താക്കിയാൽ അന്യ പുരുഷന്മാരെ തൊട്ട് കാത്തുകൊണ്ടാൾ എന്നിട്ട് ശരിക്കും ഭർത്താവിടെ അനുസരിച്ച് ജീവിച്ചാൽ എങ്കിൽ ദഖലത്ത് മിൻ അയ്യ അബ്വാബിൽ ജന്നത്തി ഷാത്ത്, അവർ ഉദ്ദേശിച്ച ബായിൽ കൂടെ സ്വർഗത്ത് കടക്കമുള്ളതായ ഒരു വ്യവസ്ഥ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കണം. അവർ ഉദ്ദേശിച്ച ബായിൽ സ്വർഗത്ത് കടക്കാം. സ്വർഗത്ത് കുറേ ബായലുണ്ടല്ലേ, അപ്പോൾ അവർക്ക് അത്രത്തോളം നല്ല ആഖിറത്തിൽ സന്മാനം ഉണ്ടോ എന്ന് മനസ്സിലാവും. ഒരു പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ബന്ത്. അപ്പം നബി തങ്ങൾ കേടുത്ത് അസാത്തു സൗജത്തിൻ അന്തി, പെണ്ണെ നീ മങ്ങിലായ പെണ്ണാക്കിയെടുത്ത്. അപ്പോൾ ഒക്കൂ ചന്ത് പൈന അന്തി മിൻഹു, എങ്ങനെയുണ്ടു ഭർത്താവുമായിട്ടുള്ള നിൻ്റെ സുലൂക്കു, നിൻ്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയുണ്ടു, ഭർത്താവിടെ പിന്നെ തൃപ്തി എനിക്ക് ഉണ്ടാണ്ട് കേട്ടപ്പോൾ ആ പെണ്ണ് ചെന്ന് മാ ആലുഹു ഇല്ലാമ അജസ്തു അൻഹു, നക്ക് സാധ്യമല്ല പോവാം എൻ്റെ ഭർത്താവിടെ സുധാരിക്കും നക്ക് സാധ്യമല്ല, ഞാൻ എന്താക്കിയെങ്കിലും വലിയ റാഹത്ത് എൻ്റെ ഭർത്താവുകയില്ല, ഭാര്യ കഷ്ടമുണ്ടല്ല. ആ പെണ്ണിങ്ങൊരു നിരാശ വ്യക്തപ്പെടുത്തിയപ്പോൾ നബി തങ്ങൾ ചെന്ന് അപ്പോൾ കൈഫ അന്തി ലഹു
ഫൈന്നഹു ജന്നത്തുക്കി വത്തന്നാറുക്കി. അല്ല പിന്നെ അങ്ങനെ ചെന്നേ എങ്ങനെ? നിൻ്റെ സ്വർഗവും നരകവും എല്ലാം നിൻ്റെ ഭർത്താവിടെ മേൽ ഡിപ്പെൻഡായിട്ടുണ്ടല്ലേ. ആ ഭർത്താവിടെ ഹിദ്മത്ത് എടുത്തെങ്കിൽ എനിക്ക് സ്വർഗത്ത് പോവല്ലേ, ആ ഭർത്താവിടെ ധിക്കരിച്ചെങ്കിൽ എനിക്ക് നരകത്ത് പോകണ്ടേ. അപ്പോൾ നിൻ്റെ നരകം സ്വർഗം ഡിക്ലെയർ ആയത് നിൻ്റെ ഭർത്താവിടെ കൊണ്ടല്ലേ, പിന്നെ നീ എന്താ ഇങ്ങനത്തെ പലക്കെ ചെല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചത്ത്. അപ്പോൾ അത്രത്തോളം മഹത്വമുള്ള ഒരു കാര്യമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പെണ്ണുങ്ങൾ എല്ലാവർക്കും ഭർത്താവിടെ വേണ്ടതുപോലെ ഹിദ്മത്ത് ചെയ്യുകയും ആ ഭർത്താവിടെ പുറത്ത് കരസ്ഥമാക്കുള്ളതായ സന്മനസ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദാമ്പത്യ ജീവിതത്തെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.